സംസ്ഥാനത്ത് ഇന്നും കുറവ് മഴ ലഭിക്കാൻ സാധ്യത. ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത ഉള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റു ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് മാത്രമാണ് സാധ്യത. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായ മഴയാണ് കേരളത്തിൽ ലഭിച്ചിരുന്നത്. എന്നാൽ ഈ മഴയ്ക്കല്പം ഒരു ശമനമുണ്ടാകുമെന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ? പ്രവിത, ഉന്മേഷ്, എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി മഴ പൊതുവെ കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലും മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നും സമാനമായ രീതിയിൽ കുറവ് മഴ ലഭിക്കാനുള്ള പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും സംസ്ഥാനം ഒട്ടാകെ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആകെ 2 ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. യെല്ലോ അലേർട്ടാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രം. ഒപ്പം വടക്കൻ ജില്ലകളിലേക്ക് നാളെ മുതൽ ഒരുപക്ഷെ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കുമെന്നുള്ള ഒരു പ്രവചനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകൾ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ മുന്നറിയിപ്പ് തുടരും. തീരദേശത്ത് അതിശക്തമായ കാറ്റിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചിട്ടുണ്ട്. അവർക്ക് കടലിൽ പോകുന്നതിന് തടസ്സമില്ല. ജൂൺ 9 മുതൽ ട്രോളിംഗ് നിരോധനം കൂടി വരാനിരിക്കുകയാണ്. എന്തായാലും ഇന്നു മുതൽ അവർക്കുള്ള നിയന്ത്രണം താൽക്കാലികമായി നീക്കിയിട്ടുണ്ട്. ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ഒപ്പം അധികം ഈ മഴക്കെടുതികളുടെയൊക്കെ കണക്കുകളെല്ലാം കഴിഞ്ഞ ദിവസം വന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. അതിൻ്റെ എല്ലാം ഈ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. എന്തായാലും ഇനിയിപ്പോൾ അത്ര ശക്തമായ മഴ, ആശങ്കപ്പെടുത്തുന്ന ഒരു മഴ സമീപകാലത്തുണ്ടാവില്ല എന്നുള്ള പ്രവചനമാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ആശ്വാസകരമാണ്. കാരണം കേരളത്തിൽ ആദ്യ ദിവസങ്ങളിൽ ലഭിച്ച മഴ കൊണ്ട് തന്നെ വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ആ മഴയ്ക്കൊരു ശമനമുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന പ്രവചനം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.